ബ്രസീൽ വേഴ്സസ് മൊറോക്കോ. ബ്രസീലിൻ്റെ ആദ്യ കളിയിൽ ബ്രസീൽ മൊറോക്കോയെ നേരിടാൻ പോകുന്നു. എക്സൈറ്റഡ് ആണ് എല്ലാ ബ്രസീൽ ആരാധകരും. ബ്രസീലിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എക്സൈറ്റഡ് ആണ്. അതുപോലെ തന്നെ ടെൻഷനിലുമാണ്. കാരണം വേൾഡ് കപ്പിലെ ആദ്യത്തെ കളി തന്നെ ആ ഗ്രൂപ്പിലെ ടോപ്പ് ആയിട്ടുള്ള കളി, ഏറ്റവും മികച്ച കളി ബ്രസീൽ വേഴ്സസ് മൊറോക്കോ. ശേഷം നടക്കുന്ന കളികളൊക്കെ കമ്പാരിറ്റീവ്ലി ബ്രസീലിന് ഈസിയാണ്. പക്ഷേ ഇത് സ്ട്രോങ് ആണ്, ബ്രസീൽ വേഴ്സസ് മൊറോക്കോ. ഈ ബ്രസീൽ വേഴ്സസ് മൊറോക്കോയുടെ ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 3-4 കളികളാണ് ബ്രസീൽ വേഴ്സസ് മൊറോക്കോ കളിച്ചിട്ടുള്ളത്. അതിൽ കൂടുതലും ജയം ബ്രസീൽ തന്നെയാണ്. ഇപ്പോൾ 3-4 കൃത്യതയില്ലെങ്കിലും അതിൽ ഒരു കളി മാത്രമാണ് മൊറോക്കോ ജയിച്ചിട്ടുള്ളൂ. അത് റീസെൻ്റ്ലി ഒരു ക്ലബ് ഫ്രണ്ട്ലി അങ്ങനെ തോന്നുന്നു, അതിൽ ആണ് മൊറോക്കോ ജയിച്ചിട്ടുള്ളത് റീസെൻ്റ്ലി. ആ റീസെൻ്റ്ലി ആയിട്ടുള്ള ടീം തന്നെയാണ് ഇപ്പോൾ റീസെൻ്റ്ലി ടീമിനെ എതിരെയാണ് ഇപ്പോൾ ബ്രസീൽ കളിക്കാൻ പോകുന്നത്. അതാണ് ബ്രസീലിന് ഇഷ്ടപ്പെടുന്നവർ നെഞ്ചിടിപ്പ് കൂട്ടുന്നത് കാര്യം. ഹക്കീമിയുടെ മൊറോക്കോ അപ്പൻ്റെ കാര്യം മനസ്സിലാവുള്ളൂ. അവർ പണ്ടത്തെ മൊറോക്കോ അല്ല, അവർ പടക്കുതിരകളായി വന്ന് 2022 വേൾഡ് കപ്പിൽ സെമി ഫൈനൽ വരെ എത്തിയ ടീമാണ് മൊറോക്കോ. അത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആ ടീമിനെതിരെയാണ് ബ്രസീൽ ആദ്യ അംഗത്തിന് ഒരുങ്ങുന്നത്. നെയ്മർ മിക്കവാറും ഉണ്ടാവാൻ സാധ്യതയില്ല, പരിക്കാണ്. ഇപ്പോൾ നെയ്മറിൻ്റെ അസാന്നിധ്യം ശ്രദ്ധേയമാകും, നെയ്മറിൻ്റെ സേവനം കിട്ടില്ല. എന്നിരുന്നാലും നെയ്മർ ഇല്ലെങ്കിൽ പോലും കുറച്ചധികം മികച്ച കളിക്കാരായിട്ട് തന്നെയാണ് ഡോൺ കാർലോ വരുന്നത്. അത് നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ്. ഞാൻ ബ്രസീലിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്, അത് തെളിയിച്ചിട്ടുള്ളതാണ്. ഫ്രണ്ട്ലി മത്സരങ്ങളിലെ പനാമയ്ക്കെതിരെയുള്ള വിജയം, 6-1 വിജയം, പിന്നെ ഈജിപ്തിനെതിരെയുള്ള വിജയം, ഇതൊക്കെ വിത്തൗട്ട് നെയ്മർ ആയിരുന്നു നമ്മൾ കളിച്ചത്. അത് കാരണം കൊണ്ട് ഇന്നത്തെ കളിയിലും വിജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നെയ്മർ ഇല്ലെങ്കിലും വിനീഷ്യസ് ഉണ്ട്, റാഫീനിയ ഉണ്ട്, മത്തിയാസ് കുഞ്ഞ ഉണ്ട്, കാസിമറ ഉണ്ട്, ബ്രൂണോ ഗൊമേറസ് ഉണ്ട്, പിന്നെ ബാക്കിൽ ഗബ്രിയേൽ, മാർക്കിനോസ് തുടങ്ങിയിട്ടുള്ള ടീംസുകളൊക്കെ അവിടെയുണ്ട്. അതുകൊണ്ട് പൂർണ്ണ പ്രതീക്ഷ ബ്രസീലിലുണ്ട്. ആ പ്രതീക്ഷ ബ്രസീൽ കാക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനില്ല, ഒരിക്കലും മൊറോക്കോ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനില്ല. കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെ തറപ്പറ്റിച്ച ടീമാണ് മൊറോക്കോ. ആ കാര്യം മറക്കരുത്. അത് കാരണം കൊണ്ട് ഓവർ കോൺഫിഡൻസ് ഉണ്ടാവാൻ പാടില്ല, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. മികച്ച കളി പുറത്തെടുക്കുക, അവസരങ്ങൾ പാഴാക്കാതിരിക്കുക, ബോൾ മാക്സിമം കയ്യിൽ വെച്ച് കളിക്കാൻ നോക്കുക. അവർക്ക് ബോൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോയി ചിലപ്പോൾ ഉള്ളിലിടാൻ സാധ്യതയുണ്ട്. ഹക്കീമി ഉൾപ്പെടെയുള്ള ഡിഫൻസൊക്കെ അവരുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. മികച്ച ഒരു കളിക്കൂട്ടത്തോട് തന്നെയാണ് മൊറോക്കോയും ഈ വേൾഡ് കപ്പിൽ വരുന്നത്. 2022 കാണിച്ച വെച്ച പോലെ അട്ടിമറികൾ കാണിക്കാനാണ് മൊറോക്കോ വരുന്നതെങ്കിൽ ബ്രസീൽ വിയർക്കാനുള്ള സാധ്യതയും ഉണ്ട്.